യുദ്ധമുഖത്തെ നിർണായക ശക്തിയായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി രാജ്യം. ചണ്ഡീഗഡ് വ്യോമത്താവളത്തിൽ നടന്ന ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് യുദ്ധവിമാനം അവസാനമായി പറത്തി. കാലം തെളിയിച്ച പടക്കുതിരയുടെ അവസാന പറക്കൽ. വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് MiG-21 വിരമിക്കുന്നത്. ചണ്ഡീഗഡ് എയർബേസിന്റെ ഭാഗമായിരുന്ന നമ്പർ 23, നമ്പർ 3 സ്ക്വാഡ്രനിലെ പാന്തേഴ്സ്, കോബ്ര പോർവിമാനങ്ങൾ വിടപറയിൽ ചടങ്ങിൽ അണിനിരന്നു. വ്യോമസേനാ മേധാവിയും ചടങ്ങിൽ MiG-21 വിമാനം പറത്തി. 1 മണിക്കൂർ നീണ്ട അഭ്യാസ പ്രകടനത്തിന് ശേഷം ലാൻഡ് ചെയ്ത പോർവിമാനത്തിന് അവസാന വാട്ടർ സല്യൂട്ട്. MiG-21 ഫോം 700 ലോഗ് ബുക്ക് വ്യോമസേനാ മേധാവി പ്രതിരോധ മന്ത്രിക്ക് കൈമാറിയതോടെ ഔദ്യോഗിക ഡീകമ്മീഷനിംഗ് പൂർത്തിയായി. MiG-21 വിരമിച്ചതോടെ തേജസ്, റഫേൽ, വരാനിരിക്കുന്ന AMCയെ പോലുള്ള പുതുതലമുറ ആധുനിക പോർ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ ആകാശരക്ഷ ഇനി ഉറപ്പാക്കുക. വിവാദങ്ങളും വിജയങ്ങളും നിറഞ്ഞ 62 വർഷത്തെ സേവനത്തിന് വിരാമമിട്ട MiG-21 ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.